തിരുവനന്തപുരം ചിറയിൻ കീഴിൽ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. രാജസൂര്യൻ, രാജ് സംക്രാന്ത്, മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇനി 4 പേരെ കൂടി കേസിൽ പിടികൂടാനുണ്ട്. മയക്കുമരുന്ന് ലഹരിയിലാണ് ഇവർ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ഫോൺ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവരങ്ങൾ ശ്യാം ആർ ബാബു നൽകും. ശ്യാം, പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. രാജ് സംക്രാന്ത്, രാജ് സൂര്യൻ, മുഹമ്മദ് ആഷിഖ് എന്നീ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുമായി തിരുവനന്തപുരം ചിറയിൻ കീഴ് കോളം എന്ന പ്രദേശത്ത് പോലീസിൻ്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് 12 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ തെളിവെടുപ്പ് ആരംഭിച്ചത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കേസിലെ 1-ാം പ്രതിയാണ്. കേസിലെ 2-ാം പ്രതി രാജ് സംക്രാന്ത് എന്ന വ്യക്തിയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. രാജ് സൂര്യനാണ് ഈ കേസിലെ 1-ാം പ്രതി, രാജ് സംക്രാന്ത് 2-ാം പ്രതി, അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖ് 3-ാം പ്രതി. ഇനി 4 പേരെ കൂടി ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. മംഗലപുരത്ത് നിന്നും, മൈസൂരിൽ ജോലി ചെയ്യുന്ന വിഷ്ണു മംഗലപുരത്ത് നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് വരികയും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരികയും തുടർന്ന് ഇവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് വിഷ്ണുവിനെ മർദ്ദിച്ച് കൊന്നു എന്നുമാണ് കേസ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വിഷ്ണുവിനെ പ്രതികൾ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. വിഷ്ണു മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ പ്രതികൾ വിഷ്ണുവിൻ്റെ മൃതശരീരം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഇതിനുശേഷം ഡോക്ടറുടെ പരിശോധനയിൽ ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ഈ വിവരം പോലീസിന് കൈമാറി. ശ്യാം ആർ ബാബു, തിരുവനന്തപുരത്ത് നിന്നും.